ഹലോ, മിഥുചേട്ടന്റെ ഒക്കെ ഫോണിൽ റേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. മിഥുചേട്ടന്റെ ഫോണും തരാവോ? എന്തിനാ? ഒരാളെ വളയ്ക്കാനാ. അല്ല, ഒരാളെ വിളിക്കാനാ. വേറെ ആരുമല്ല, എന്റെ ഹസ്ബൻഡ് പ്രകാശ് ഏട്ടൻ. പുള്ളി 2 ആഴ്ചയായിട്ട് ജോലി സ്ഥലത്താണ്. ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ വന്നില്ല. ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റയ്ക്ക് ഇരിക്കാനാ. ഫോണും തരാവോ? ഞാൻ വിളിച്ചാ പോരെ? അല്ല, വേണ്ട 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 വേണ്ട, തിരിച്ച് വിളിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ആൻസർ ചെയ്യുന്നില്ലേ? ഞാനൊരു 10-15 തവണ അങ്ങോട്ട് വിളിച്ചായിരുന്നു. അതുപോലെ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അല്ല, അപ്പൊ കാര്യം സംസാരിക്കണ്ടേ? ഹലോ ഹലോ, എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുക? എന്താ നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ടൊന്ന് മറുപടി പറഞ്ഞാൽ എന്താ? പിന്നെ ഞാൻ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് മാത്രം എപ്പോഴും ജോലി ജോലി ജോലി. എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്റെ പൊന്നെന്തെങ്കിലും കഴിച്ചോ? കഴിച്ചോ? വാ തുറന്ന് പറയാൻ കഴിച്ചോ? എത്ര തവണ ഞാൻ കണ്ണടച്ച് കാണിച്ചു ഞാൻ കഴിച്ചില്ല 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 എന്നുള്ളത്? ഞാൻ വീഡിയോ കോളല്ലോ ചെയ്തേ, ഓഡിയോ കോളല്ലേ? നീ കണ്ണടച്ച് കാണിച്ചാൽ ദൂരെ നിന്ന് ഞാൻ അങ്ങനെ ഊഹിച്ചെടുക്കും. ഓ, ഞാൻ ദൂരെ നിന്ന് കാണിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പുറത്തെ ബിന്ദു അവളുടെ ബാത്റൂമിൽ നിന്ന് ഏത് സോപ്പിട്ടാ കുളിക്കുന്നതെന്ന് വരെ നിങ്ങൾ വ്യക്തമായിട്ട് പറയത്തില്ല എന്നോട്. അയ്യോ, അത് മണം കൊണ്ടല്ലയോ? മണം കൊണ്ടല്ല, നിങ്ങളുടെ കോണം കൊണ്ട്. ഇനി ഏത് സ്ഥലത്താണ് പോകുന്നതെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം. മോളെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം ഞാൻ. മിസ് ചെയ്യും. നിന്നെ കൊണ്ടോ? ഞാൻ മിക്സിയുടെ കൊണ്ടുപോകണോ? മിക്സി നല്ലെന്ന് മിസ് ചെയ്യും. ഞാൻ നാളെ തന്നെ എന്റെ പൊന്നുമോള് സമാധാനത്തേക്ക് നമ്മുടെ ഡോവർമാനെ അഴിച്ചങ്ങോട്ട് വീട്. പട്ടിയെ ഞാൻ നേരത്തെ അഴിച്ചു വിട്ടായിരുന്നു. എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു. എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു. ജാക്കി ജാക്കി ജാക്കി. ഞാൻ എന്റെ ഡോബർമാനെ വിളിച്ചേക്കുന്നത്. ദൈവം നിൽക്കുന്ന ഒരു ഓൾഡ് മാൻ. അല്ല, നിങ്ങൾ എങ്ങനെ ഗേറ്റ് തുറന്നു? ഞാൻ അടച്ചതാണല്ലോ. ഞാൻ എന്റെ ഇടയ്ക്കൂടെ ഇറങ്ങി വരുമായിരുന്നു. എന്തിന്? ഇതിനത് പൂട്ടിയിട്ടത്. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെ വിളിച്ചാ പോരായിരുന്നോ? വിളിക്കാൻ വന്നപ്പോഴേ എന്നെ പട്ടി കടിക്കാൻ വന്നത്. അപ്പൊ നിങ്ങൾ പട്ടി എറിഞ്ഞല്ലയോ? ആ പട്ടിയൊന്നും എറിഞ്ഞിട്ടില്ല. എറിയാതെ പട്ടി കരയുമോ? എന്നെ കടിക്കാൻ വന്ന് ഞാൻ പിടിച്ചൊരു കടി വെച്ചു കൊടുത്തു. പട്ടിക്ക് മാത്രമേ കടിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. വീട്ടിൽ ആരുമില്ല, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ഓക്കെ, അറിയാൻ വേണ്ടാ. മോളെ നന്നായിട്ട് അറിയാം. 5 അല്ലയോ? 5 10 പറഞ്ഞത്. 5 മോളല്ലയോ? അതെ. ഒഴിക്കട്ടെ ഗോപാലിന്റെ മോള്. അതെ അതെ അതെ. നിങ്ങൾ ആരാ? ഞാൻ നിന്റെ ഭർത്താവ് പ്രകാശന്റെ ഇല്ലയോ? പ്രകാശന്റെ അമ്മയുടെ അമ്മാവനാണ് ഞാൻ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. മോള് കാണാൻ വഴിയില്ല. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. അല്ല, ഞാൻ ജന്മനാട്ടിലില്ലായിരുന്നു. അമ്മാവൻ എവിടെയായിരുന്നു? ഞാൻ ഈ 100 പൊട്ടിയ വട്ടം പോലെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമല്ലായിരുന്നോ? അല്ല, അമ്മാവനാരാ കെട്ടിപ്പൊക്കിയത്? കെട്ടിപ്പൊക്കിയതല്ല പറഞ്ഞേ. ഞാൻ ഇങ്ങനെ നാട് മൊത്തം ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. അങ്ങനെ കറങ്ങി വരുന്ന വരവാറ്റാനിത്. ശരി ശരി ശരി. പ്രകാശനെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാനൊന്ന് കാണട്ടെ മോളെ. അയ്യോ, പ്രകാശേട്ടൻ ഇവിടെ ഇല്ല, ജോലി സ്ഥലത്താ. എവിടെ? ഡെഡാഡൂട്ടില്. നാക്കൊന്ന് അടിച്ച് ഞാൻ തെറിച്ചു പോയനായിരുന്നല്ലോ. അമ്മാവനൊന്നും പറഞ്ഞ അറിയത്തില്ലെന്ന്. ഡെഡാഡൂടല്ല, ഡെറാഡൂൺ അങ്ങനെ വേണം പറയാൻ. പിന്നെ ഡെറാഡൂടി വെച്ചില്ലേ ഞാൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. ഡെറാഡൂണിലുള്ള ഒരാളെ. എന്നിട്ട് ഞാൻ നേരെ കൽക്കട്ടയ്ക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന ഒരാളെ പരിചയപ്പെട്ടു. കൽക്കട്ടക്കാരനെ എന്നല്ലേ പറയാൻ വരുന്നത്? ഞാൻ അവിടെ ചെന്ന് ആരെയും പരിചയപ്പെട്ടില്ല. അതെന്താ? കാരണം അവർക്കൊന്നും എന്നെ പരിചയമില്ലായിരുന്നല്ലോ. ഇത് അങ്ങനെ നാട് മൊത്തം കറങ്ങി ഞാൻ ഇങ്ങനെ വന്നത്. ചുറ്റി പറഞ്ഞ ഇന്ത്യ മൊത്തം അമ്മാവൻ ചുറ്റി കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എന്നെ ചുറ്റിനും കിടന്ന് കറങ്ങുവോ? മനസ്സിലായി. പ്രകാശേട്ടൻ വരാത്തോണ്ട് എനിക്ക് എന്തോ പേടിയായിരുന്നു. എന്തായാലും അമ്മ വന്ന നന്നായി. അല്ല, മോൾ എന്തിനാ ഭയക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? എനിക്ക് ഈ ഭൂതത്തിനെ പ്രേതത്തിനെ ആത്മാവിനെ ഒന്നും ഒരു പേടിയില്ല. എനിക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഭയങ്കര പേടിയാ. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മോളെ ആക്രമിക്കാൻ പറ്റത്തില്ല. അമ്മാവൻ കുറച്ച് അഭ്യാസ മുറകൾ മോളെ പഠിപ്പിച്ചു തരാം. അമ്മാവൻ അഭ്യാസമൊക്കെ അറിയാവോ? പിന്നെ എനിക്ക് ഒരുപാട് അടി അറിയാം. പൊറോട്ടടിക്കറിയോ? അടിനട. എന്റെ പൊന്നമ്മാവ, ഞാൻ പ്രകാശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്തെങ്കിലും അഭ്യാസം പഠിക്കാൻ വേണ്ട. പ്രകാശേട്ടൻ കേക്കത്തില്ല. നീ എന്തിനാ പഠിക്കുന്നത്? അതിനെക്കാളും കിടക്കുന്ന അഭ്യാസമല്ലേ ഇപ്പൊ കാണിച്ചത്? എന്തെങ്കിലും ഒന്ന് അഭ്യാസം കാണിച്ചതാ. അങ്ങനെ അഭ്യാസം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മെയ്വഴക്കം വേണം. നമ്മൾ ആദ്യം കാണിക്കാം. അത് കാട്ട് മോള് പഠിക്കണം. അങ്ങനെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. ഇപ്പോഴത്തുള്ള ആൾക്കാർക്ക് ഇതൊന്നും പറ്റത്തില്ല. കണ്ടോ? ഇത് പിടിച്ചു നോക്കി. നല്ല ആരോഗ്യം. അമ്മാവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തുവാ? പഴയ ആഹാരത്തിന്റെ. അത് ചേട്ടാ, പഴങ്കഞ്ഞി കുടിച്ച ഇത്ര ആരോഗ്യമുണ്ടോ? പഴങ്ങിന്നല്ലേ പറഞ്ഞേ. പണ്ടത്തെ കാലത്തിന്റെ ആഹാരത്തിന്റെ പ്രത്യേകത. അല്ല, പ്രത്യേകിച്ച് അമ്മാവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ രാത്രി? എനിക്ക് ഇത്തിരി പോലും കഞ്ഞി തന്നാ മതി. വെറും കഞ്ഞി മാത്രം മതിയോ? വെച്ച കലം കൂടി എടുത്തു. എന്താ? അതുകൂടെ കുടിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. ശരി. മോളെ, ഇവിടെ രാവിലെ എങ്ങനാ? സാധാരണ ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കും. ഉദിച്ചില്ലേ ഇവിടെ ബൊക്കെ എടുക്കും. അത്ര
അതല്ല അമ്മ പറഞ്ഞതേ ഈ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഞാൻ വല്ല ചപ്പാത്തിയോ നൂഡിൽസ് എനിക്ക് ഇഷ്ടമുള്ളതാ ഞാന്. അങ്ങനെയാണെങ്കിൽ അമ്മാവൻ രാവിലെ 6 മണിയാകുമ്പോ കഴിക്കും. ഓ, ഓ, ഓ. 6 മണി കഴിക്കും. അപ്പൊ അമ്മാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിലേ വായിലോട്ടിട്ട് അലിഞ്ഞു പോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരണം. എന്നാ 2-3 ഐസ് കേട്ടാരേ. എളുപ്പക്കാലത്തിന് ഐസ് തന്നെ എനിക്ക് ഭ്രാന്താത്തു. അല്ലേ പറഞ്ഞത് എന്തായാലും അമ്മാവന്റെ ഈ ശാഠ്യത്തിന് അമ്മായി കുറെ സഹിച്ചാണ്. അമ്മായിയോ? അമ്മാവന്റെ ഭാര്യ. അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? വൺവുഡാ? എന്താ ഒറ്റത്തടിയാ? കഴിക്കാൻ എന്താന്ന് കല്യാണം കഴിക്കാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ